ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂവാണ് പറയുന്നത്. അങ്ങനെ നമ്മളെ ഭൂമിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മറ്റേ ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അജയ് ആണെങ്കിൽ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പം അജയ് പറയുന്നുണ്ട്, ഇതൊന്നും നിനക്ക് തരാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ഭൂമി ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഭൂമിക്കാണെങ്കിൽ സങ്കടവും ദേഷ്യമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏത് അറ്റം വരെ പോകണമെങ്കിലും ഞാൻ ആ അറ്റം വരെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സങ്കടപ്പെട്ട് നമ്മളെ ഭൂമി ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ അത് കാണുന്ന സമയത്ത് നമ്മൾ അജയ്ക്കാണെങ്കിൽ ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഭൂമി വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അലമാരയൊക്കെ ഒതുക്കുന്ന സമയത്ത് ഒരു ലെറ്റർ വന്ന് താഴെ വീഴുന്നുണ്ട്. അപ്പം ഭൂമിയാണെങ്കിൽ അതെടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ അച്യുതനാണെങ്കിൽ എഴുതിയിട്ടുണ്ട്, ഏത് സമയവും ഞാൻ കൊല്ലപ്പെടുമെന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളെ ഭൂമിയാണെങ്കിൽ ഷോക്കാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഭവാനിയും അഞ്ജനയും കൂടെ ഒക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഭവാനി എടുത്ത് അഞ്ജന പറയുന്നുണ്ട്, എന്തായാലും അജയ് ഞാൻ വിടത്തില്ല, പുറത്ത് പോകാൻ താമസിക്കത്തില്ല, എന്തായാലും പോകണമെങ്കിൽ എൻ്റെ ശവത്തിൽ ചവിട്ടി വേണം അജയ് പോകാനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അഞ്ജനയാണെങ്കിൽ അജയ് ഒരുപാടൊക്കെ പറയുന്നുണ്ട്, പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം അജയ് പറയും എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഞ്ജനയെ മാറ്റിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അഞ്ജന നമ്മൾ മനഃപൂർവ്വം ആണോ എന്നറിയത്തില്ല, കാല് തെറ്റി വന്ന് സ്റ്റെപ്പിൽ നിന്ന് താഴെ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ അജയും ഭവാനിയൊക്കെ ആകെ പെട്ടെന്ന് ഷോക്കാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിന് നമ്മൾ ഭവാനി വിളിച്ചിട്ടാണെങ്കിൽ ആ വാടക കൊണ്ടെടുത്ത് പറയുന്നുണ്ട്, നമ്മളെ ഭൂമിയെ കൊല്ലാൻ വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ നമ്മളെ ഭൂമി എവിടെ പോയാലും നമ്മളെ ഭൂമിയുടെ പിറകെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഭൂമി രാത്രി വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിയൊക്കെ പെടുന്നുണ്ട്. ഞാനാണെങ്കിൽ വന്ന വഴിയിൽ ഒരാൾ എൻ്റെ പിറകെ ഇങ്ങനെ എന്നെ വാച്ച് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മളെ സൗഭാഗ്യപുരത്താണെങ്കിൽ നമ്മൾ അജയുടെ പെങ്ങൾ വരെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഭൂമിയാണെങ്കിലും സൗഭാഗ്യപുരത്താണെങ്കിൽ വരുന്നുണ്ട്. അപ്പം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഭവാനി പിറകെ വന്ന് എന്തൊക്കെയോ നമ്മളെ ഭൂമി എടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വരില്ലെന്നൊക്കെ ആയിരിക്കും പറയുന്നതെന്ന് തോന്നുന്നു. അപ്പം പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ഭൂമിയാണെങ്കിൽ എവിടെയോ പോകുന്നുണ്ട് കേട്ടോ, എന്തൊരു ഓഫീസിലൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഗുണ്ടയാണെങ്കിലും നമ്മളെ ഭൂമിയുടെ പിറകെ തന്നെ ഉണ്ട്, നമ്മളെ ഭൂമിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ വാടക ഗുണ്ടയാണെങ്കിൽ അപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം വിളിച്ച് ഭവാനിയുടെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഭവാനിയാണെങ്കിൽ നമ്മൾ സൗഭാഗ്യപുരത്ത് എന്തോ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഭവാനി ഇങ്ങനെ നിന്നിട്ട് പറയുന്നുണ്ട്, അവൾ ഈ ഭൂമിയിലോ ഈ വീട്ടിലോ അവൾ വരാൻ പാടില്ല, അവൾ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാവണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ആർക്കും ഭവാനിയെ അറിയത്തില്ല, ഭവാനിയുടെ സ്വഭാവം ഇവിടെ ആർക്കും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭവാനിയൊക്കെ ഇങ്ങനെ ദേഷിച്ചൊക്കെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഭയങ്കര ആഘോഷവും പടക്കം പൊട്ടിക്കലും എല്ലാവരും ഭയങ്കര ആഘോഷത്തിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അജയ് ആണെങ്കിൽ അജയുടെ കാമുകിയായിട്ടൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടി ആഘോഷിക്കുന്നതും ആ ഒരു കുറച്ച് റൊമാൻറ്റിക് സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.